നിശബ്ദമായ പിൻവാങ്ങൽ ചിലയിടത്ത് അനിവാര്യമാണ്. കാരണം മൗനമാണ് ചിലയിടത്ത് നമുക്ക് സംസാരത്തേക്കാൾ വില നൽകുന്നത്. ചില മുറിവുകൾ തിരിച്ചറിവുകളാണ്. മുറിവുണങ്ങും, നീറ്റൽ അടങ്ങും, പക്ഷേ പിന്നീടൊരിക്കലും നിങ്ങൾ ആ പഴയ നിങ്ങളാകില്ല. മനസ്സെല്ലാവരിലുമുണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. വേദനിപ്പിക്കാൻ 100 പേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെങ്കിലും കാലം നമുക്കായി കരുതി വെച്ചിട്ടുണ്ടാവാം. അതൊരു പ്രപഞ്ച സത്യമാണ്. തിരക്കൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു കാണും. തിരിച്ചറിയുക, ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാം ആണ് തീരുമാനിക്കുന്നത്. ഓരോ തവണ പറ്റിക്കപ്പെടുമ്പോഴും കരുതും ഇനി ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല, സഹായിക്കില്ല, അനുഭവം ഗുരു എന്നൊക്കെ. പക്ഷേ പിന്നെയും മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമ്മൾ സ്നേഹിച്ചു പോകും, സഹായിച്ചു പോകും. ചിലരുടെ മനസ്സ് അങ്ങനെയാണ്. ചിരിക്കുന്ന മുഖവും പിടയ്ക്കാത്ത നാവും വേദനിപ്പിക്കാത്ത വാക്കും ചിന്തിക്കുന്ന മനസ്സും ഉണ്ടെങ്കിൽ ജീവിതം ഒരു കവിതയാണ്. കേൾക്കുവാനും കാണുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന സുഖമുള്ള ഒരു കവിത. കടമകൾക്കും കടപ്പാടുകൾക്കുമിടയിൽ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന ചിലരുണ്ട്. മനസ്സ് നോവുമ്പോഴും ചുണ്ടിൽ ഒരു പുഞ്ചിരി നിലനിർത്താൻ ശ്രമിക്കുന്നവർ. മനസ്സിലാക്കാതെ ആരെയും ഇഷ്ടപ്പെടരുത്, മനസ്സിലാവാതെ ആരെയും നഷ്ടപ്പെടുത്തരുത്. കാരണം ഇഷ്ടം വാക്കുകളിലല്ല, ഹൃദയത്തിലാണ്. ചിലതെല്ലാം നല്ലതിന് ആണെന്ന് മാത്രം വിശ്വസിക്കുക. ചിലരുടെ കടന്നുവരവും ചിലരുമായുള്ള അടുപ്പവും ചിലരിൽ നിന്നുള്ള അകൽച്ചയും എല്ലാം. വേദനിപ്പിക്കാൻ 100 പേരുണ്ടായേക്കാം, എന്നാൽ സ്നേഹിക്കാൻ ജീവിതത്തിൽ ഒരാളെങ്കിലും ഉണ്ടായാൽ ഭാഗ്യമെന്ന് കരുതുക. അതുകൊണ്ട് ഒരു വിഷമാവസ്ഥയിൽ ആശ്വാസമായി കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ആരെയും അന്ധമായി സ്നേഹിക്കാൻ നിൽക്കരുത്. അവസാനം കരയേണ്ടി വരും. തിരക്ക് കൂട്ടരുത്. കലങ്ങിയ വെള്ളവും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും. അതുപോലെയാണ് ജീവിതവും. പ്രതിസന്ധികളിലും പ്രതീക്ഷയോടെ ജീവിക്കുക. നമുക്ക് ആര് വേണമെങ്കിലും പറ്റിക്കാം, പക്ഷേ സത്യസന്ധത പുലർത്തേണ്ട ഒരിടമുണ്ട്, സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ. അകന്നു പോകുന്നവരെല്ലാം എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവരാണ്. ശരിക്കും സ്നേഹിക്കുന്നവർ കൂടെ തന്നെ ഉണ്ടാകും, നമ്മുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കണ്ണിലേക്കും തിരിഞ്ഞുപോലും നോക്കരുത്. നിങ്ങളെ അന്വേഷിക്കുന്ന കണ്ണുകളിൽ നിന്ന് ഒരിക്കലും ഓടി ഒളിക്കരുത്. ഒരു സ്ത്രീ ധീര ആണെങ്കിൽ അതിനു കാരണം അവളുടെ പിതാവായിരിക്കും. ഒരു സ്ത്രീ വാത്സല്യമുള്ളവളാണെങ്കിൽ അതിനു കാരണം അവളുടെ മാതാവായിരിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷവതിയായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനു കാരണം അവളുടെ ഭർത്താവായിരിക്കും. മഞ്ഞുരുകുന്നത് കാഴ്ചയുള്ള എല്ലാവർക്കും കാണാൻ കഴിയും. മനസ്സുരുകുന്നത് അത്രമേൽ ഹൃദയം തൊട്ടറിഞ്ഞവർക്ക് മാത്രമേ കാണാൻ കഴിയൂ. എത്രത്തോളം അടുത്തിടപെട്ടാലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും നിഗൂഢതയുണ്ട് ഓരോ മനുഷ്യ ഹൃദയത്തിനും. മനുഷ്യൻ വീട് മാറുന്നു, വസ്ത്രം മാറുന്നു, ബന്ധങ്ങൾ മാറുന്നു. എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ തന്റെ സ്വഭാവം മാറ്റുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ മനസ്സിലെ ഇരുട്ട് മാറ്റാതെ എത്ര ദീപങ്ങൾ കത്തിച്ചാലും വെളിച്ചം പൂർണ്ണതയിൽ എത്തില്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പലരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപമുണ്ടാകും, പക്ഷേ ഭംഗിയുണ്ടാകില്ല. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമുക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. നന്നായി ഉറക്കം വരുന്നവർക്ക് കിടക്കാൻ നല്ല ഒരു ഇടമില്ല. എല്ലാം ഉള്ളവന് ഉറക്കം തീരെ വരുന്നുമില്ല.
ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്റെ കയ്യിൽ പണവുമില്ല, പണമുള്ളവർക്ക് കരുണയുള്ള ഹൃദയവുമില്ല. അവഗണിക്കപ്പെടുന്ന കൊട്ടാരങ്ങളിൽ അപേക്ഷയുമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ അന്തസ്സോടെ നിൽക്കുന്നതാണ്. അനുയോജ്യമായ സ്ഥലത്ത് സാന്നിധ്യം അറിയിക്കുക, അല്ലാത്തിടത്തു നിന്നും മാറി നിൽക്കുക. വർഷങ്ങളായി കൂടെ ഉണ്ടായിട്ടും ഒരാൾക്ക് ഒരു കണിക പോലും നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ബന്ധം പൂർണ്ണമായും പരാജയമാണ്. മൗനം കൊണ്ടുപോലും മറ്റൊരാളെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. തിരുത്താൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ തിരിച്ചു വരാൻ അയാൾക്ക് കഴിഞ്ഞെന്നു വരില്ല. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരെ ചേർത്ത് പിടിക്കുക, ഇരുട്ട് പകരുന്നവരോട് നന്ദി പറയുക. കാരണം വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇരുട്ട് വേണമായിരുന്നു. കുറവുകൾ ചൂണ്ടിക്കാട്ടി അവരെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാത്ത ഒന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും ആ കുറവുകൾ വന്നേക്കാം. കാരണം നിങ്ങളും മനുഷ്യരാണ്. മോശമാകാൻ നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. സത്യവും ഉള്ളതുള്ളതുപോലെ പറഞ്ഞാലും മതി. ചിലരുടെ മുന്നിൽ നമ്മൾ മോശമാകും. ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നിങ്ങൾ വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു.